തിരുവനന്തപുരത്താണ് ഡിവൈഎഫ്ഐയുടെ വളരെ ശ്രദ്ധേയമായ ഒരു പുതിയ സംരംഭം, ഒരു പ്രധാനപ്പെട്ട ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ, അത് സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ മവാസോ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ്, യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിനാണ് ഡിവൈഎഫ്ഐ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഡിവൈഎഫ്ഐ എന്ന ആ ഒരു യുവജന സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ യുവജന സംഘടനയാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ കൃത്യമായ ശക്തമായ നിലപാടോടെ മുന്നോട്ട് പോകുന്ന, വർഗീയ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ മുന്നണി പോരാളിയായി നിൽക്കുന്ന രാജ്യത്തെ ശ്രദ്ധേയമായ യുവജന സംഘടന. പിന്നീട് ഇങ്ങോട്ട് നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഒട്ടേറെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികൂല കാലത്തോട് പടവെട്ടി മുന്നോട്ട് പോകുമ്പോൾ ഡിവൈഎഫ്ഐയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ശക്തമായ നിലയിൽ ഇടപെടുന്നത്. അത് പ്രളയകാലത്താവട്ടെ, കോവിഡ് കാലത്താവട്ടെ ഒക്കെ എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലയിലാണ്. അതുപോലെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ഇടവേളകളില്ലാത്ത നിരന്തരമായ അവരുടെ സംരംഭങ്ങളുടെ പൊതുച്ചോറ് പോലെയുള്ള സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ആ നിലകളിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ആളുകൾ പ്രശംസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈഎഫ്ഐയുടെ യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ് ഇന്ന് തുടങ്ങുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരെ ഇപ്പോൾ സ്ക്രീനിൽ കാണുകയും ചെയ്യാം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജും പ്രസിഡന്റ് വസീഫും. ഞാൻ നേരെ അവരിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ സംഘാടകരൊക്കെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മളിവിടെ കാണാം, സ്പോട്ട് രജിസ്ട്രേഷൻ നടക്കുന്നു, അപ്പുറത്ത് പിച്ചിങ് രജിസ്ട്രേഷൻ നടക്കുകയാണ്. ഓരോ രജിസ്ട്രേഷൻ ഫോർ ID പല കൗണ്ടറുകൾ സജീവമായിട്ടുണ്ട്. ആ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. എങ്ങനെയുണ്ട് രജിസ്ട്രേഷൻ്റെ ഒരു അവസ്ഥ? തീർച്ചയായിട്ടും നല്ല രജിസ്ട്രേഷൻ ഉണ്ട്. ഇവിടെ വോളണ്ടിയർ രജിസ്ട്രേഷൻ ആണ് നടക്കുന്നത്. വോളണ്ടിയേഴ്സിന് ഇതൊക്കെ കൊടുത്ത് അല്ലേ, കാർഡ്സ് ഒക്കെ കൊടുക്കുന്നു അല്ലേ? നടക്കട്ടെ. നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ ക്വിക്കായിട്ട് കണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നേരത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അവരുമായിട്ടൊക്കെ വന്ന് സംസാരിച്ച് അവരിങ്ങനെ എല്ലാവർക്കും വേണ്ട നിർദ്ദേശവും കൊടുത്ത് ഇങ്ങനെ പോവുകയാണ്. രജിസ്ട്രേഷൻസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നു. ഈ കൗണ്ടർ എന്താണ്? ഇത് അക്കോമഡേഷൻ കൗണ്ടറാണ്. നേരത്തെ നമ്മളിവിടെ വോളണ്ടിയേഴ്സിൻ്റെ കണ്ടു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ പോകുന്നു. രജിസ്ട്രേഷൻ കൗണ്ടർ. ഗുഡ് മോർണിംഗ്. എന്താണ് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു? അതായത് വരുന്ന ഡെലിഗേറ്റ്സിൻ്റെ ഫുൾ രജിസ്ട്രേഷൻസ് ഉള്ളതാണ്? അതെ, നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡെലിഗേറ്റ് പാസ് മറ്റൊക്കെ ഇഷ്യൂ ചെയ്യും അല്ലേ? ഓക്കെ. അങ്ങനത്തെ രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് രാവിലെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് യുവ സംരംഭകർ, ആശയങ്ങളുള്ളവർ ഇവിടേക്ക് വരികയാണ്. അവരുടെ മത്സരങ്ങൾ ഇന്നും നാളെയുമായി നടക്കുന്നു. അതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭകരെ കണ്ടെത്തുന്നു. അവർ അതിനനുസരിച്ച് അവർക്ക് റാങ്കിംഗ് ഉണ്ടാകും, അവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ആ സംരംഭങ്ങൾക്ക്, ആ ആശയങ്ങൾക്ക്, പുതിയ ആശയങ്ങൾക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും. അതുപോലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വലിയ പിന്തുണയുണ്ടാകും. അപ്പോൾ നമ്മുടെ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഗ്ലോബൽ എക്കോസിസ്റ്റത്തിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ വളർച്ച. അത് ആഗോളതലത്തിൽ തന്നെ അതിഗംഭീരമായി മുന്നേറുകയാണ്. ഏതാണ്ട് ഒരു ഉദാഹരണത്തിന് 2016 300 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മളിപ്പോൾ ഏതാണ്ട് 6000-അപ്പുറത്തേക്കുള്ള ഗംഭീരമായ സ്റ്റാർട്ടപ്പുകളുടെ ഒരു വലിയ വളർച്ചയിലേക്ക് ഇങ്ങനെ പോകുന്നു. അതിൻ്റെ റേറ്റ് എല്ലാം, സ്ട്രൈക്ക് റേറ്റ്, ഗ്രോത്ത് റേറ്റ് ഒക്കെ അപാരമായ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. ആ കാലമാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടന ഏറ്റവും ശക്തമായിട്ടുള്ള ഈ പറയുന്ന ഒരു പുതിയ എഡിഷൻ ഡിവൈഎഫ്ഐ കേരള ഇനിഷ്യേറ്റീവ് മവാസോ 2025 ഇന്നിവിടെ ആരംഭിക്കുന്നു. വരും വർഷങ്ങളിലും ഇത് വളരെ ഗംഭീരമായി മുന്നോട്ട് പോകും. മാതൃകാപരമായി എല്ലാ സംഘടനകൾക്കും യുവജന സംഘടനകൾക്കൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള വളരെ നൂതനമായിട്ടുള്ളൊരു ആശയത്തിൻ്റെ പിറവിയാണ്, തുടക്കമാണ് ഇന്നിവിടെ. മനു, ഞാനതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. എന്താണ് മവാസോ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം? സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ കൊണ്ട് ഡിവൈഎഫ്ഐ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു, കേൾക്കുകയായിരുന്നു. ഓക്കെ, സന്തോഷം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ചെറുതേട്ടാ? ഞാൻ പൊക്കോട്ടെ. പറഞ്ഞതിനേക്കാൾ അപ്പുറം ഇന്ന് കാണാൻ പോകുന്ന കാര്യങ്ങളാണ് എല്ലാം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാണ് ഇന്ന് രാവിലെ ഈ ഗംഭീരമായ ഈ ആശയത്തിൻ്റെ തുടക്കം, മവാസോ എന്നത് തന്നെ ഒരു ആശയം എന്നതിനാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആ വലിയ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ തുടക്കം കുറിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. തുടർന്ന് അങ്ങോട്ട് പല വേദികളിലായി നേരത്തെ ഇതിൻ്റെ സംഘാടകർ ഓരോരുത്തരും പറഞ്ഞതുപോലെ തന്നെ പുതിയ സംരംഭകർക്ക് വരാം, അവർക്ക് ആശയങ്ങൾ അവതരിപ്പിക്കാം. അതിൽ നിന്ന് അവരെ സെലക്ട് ചെയ്യപ്പെടുന്നവർ അടുത്ത റൗണ്ടിലേക്ക് പോകും. അതുപോലെ തന്നെ വിജയിച്ച സംരംഭങ്ങളുടെ ആളുകൾ വന്ന് മറ്റുള്ളവരോട് സംസാരിക്കുക. അങ്ങനെ ഡിഫറെൻറ്റ് സെഷൻസാണ് വെച്ചിട്ടുള്ളത്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ടോക്ക് ഷോ അല്ലെങ്കിൽ പറഞ്ഞ സംവാദങ്ങളുണ്ടാകാം, പരസ്പരമുള്ള സംസാരങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും ഇന്നും നാളെയും മവാസോ നൽകാൻ പോകുന്നത്. മനു, യാതൊരു സംശയവുമില്ല.
ഓക്കെ, താങ്ക് യു. നമുക്ക് കാഴ്ചകൾ ഏതായാലും വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാം. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മവാസോയിൽ വരാം, പങ്കെടുക്കാം, ആശയങ്ങൾ പങ്കുവയ്ക്കാം, നിങ്ങൾക്ക് നൂതന ആശയങ്ങളെക്കുറിച്ച് അറിയാം, പഠിക്കാം. അവസരങ്ങൾ ഒരുപാടാണ്. മവാസോ എന്ന് പറഞ്ഞാൽ തന്നെ സ്വാഹിലി ലാംഗ്വേജ് ആണ്. അതിൻ്റെ അർത്ഥം ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്, അവസരങ്ങൾ. അവസാനിക്കാത്ത അവസരങ്ങളാണ് കേരളം നിങ്ങളെ കൈകാട്ടി വിളിക്കുന്നത്. അവസാനിക്കാത്ത അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടാണ്. ആ അവസരങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് ഡിവൈഎഫ്ഐ. ഒരു യുവജന സംഘടന എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ സമൂഹത്തിൽ ഇടപെടണം എന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ ഡിവൈഎഫ്ഐ കഴിഞ്ഞ കാലത്തൊക്കെ നമ്മുടെ മുൻപിലേക്ക് നൽകിയിട്ടുണ്ട്. അതിപ്പോൾ പൊതുച്ചോറാകട്ടെ, ദുരന്തകാലത്ത് ആക്രിപെറുക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതാകട്ടെ, ഇപ്പോഴിതാ സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് കൂടി ആ കടന്നുവരവ് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, ലോകത്തിലെ മികച്ച രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. പ്രത്യേകതകൾ ഏറെയുണ്ട് കേരളത്തിന്. 246% വർധനയുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉള്ളൊരു സംസ്ഥാനമാണ് നമ്മൾ. അവിടെയാണ് കൂടുതൽ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐ നിങ്ങളെ ക്ഷണിക്കുന്നത്. വരാം, പങ്കെടുക്കാം, ആശയങ്ങൾ പങ്കുവയ്ക്കാം, സംവാദങ്ങളിൽ പങ്കുചേരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവനന്തപുരത്തേക്ക് സ്വാഗതം.